ഹലോ ഗുഡ് മോർണിംഗ് ഗെയ്സ്. അപ്പം നമ്മൾ ഇൻഫോ പാർക്കിൽ നിന്നാണ് വർക്ക് തുടങ്ങുന്നത്. നമ്മളെ അയൽവാസിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഊബർ ഓണാക്കിയപ്പോൾ നമ്മളെ കുസുമഗിരി മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഊബറിന്ന് നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പാണ്. അങ്ങനെ അത് നമ്മൾ പിക്ക് ചെയ്ത് നമ്മളെ കുസാറ്റിലായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കുസാറ്റിൽ തന്നെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആലുവ റെയിൽവേക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ വഹാബിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. കുറേ ആയാലും അവിടെ പോയിട്ട്. അപ്പോൾ നമ്മൾ പുളിഞ്ചോട് എത്തിയപ്പോൾ അവിടെ ഒരു വില്ലേന്ന് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു റാപ്പിഡോയിൽ. എവിടേക്കാ ഡ്രോപ്പ് എന്ന് നോക്കാൻ പറ്റിയില്ല. അത് പിൻ നമ്പർ അടിച്ചപ്പോഴാണ് നമ്മളെ അങ്കമാലി ഭാഗത്തേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അവിടെ പോയ പിന്നെ ട്രിപ്പ് ഓടിക്കൂല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഊബറിൽ ഭാഗ്യത്തിന് ഒരു കാക്കനാട്ടിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 3 ഹിന്ദിക്കാരായിരുന്നു കേട്ടോ. അവരോട് നല്ല കമ്പനിയൊക്കെ അടിച്ച് പാട്ടൊക്കെ ഇട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ കാക്കനാട് നിന്ന് CNG അടിച്ചു. അവിടുന്ന് അവർ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ലുലു മാളിലേക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തപ്പോൾ നമ്മൾ മുർഷിദ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഏതൊരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നേരെ വൈപ്പിൻ ബീച്ചിലേക്ക് പോയി. വണ്ടി അവൻ്റെ കൊടുത്തിട്ടേ ഞാൻ ലെഫ്റ്റ് സൈഡിലിരുന്നു. കുറേ നേരം അതിൽ ഡ്രൈവ് ചെയ്യണേന് കുറച്ച് നേരം വിശ്രമിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വൈപ്പിൻ ബീച്ചിലെത്തി. അപ്പോൾ ആ മരത്തിൻ്റെ അടിയിൽ കൂടി അങ്ങനെ നടന്നു നോക്കി എത്ര ഉണ്ട് അതിൻ്റെ ദൂരം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ദൂരത്തിൽ ആ മരങ്ങളുണ്ട് കേട്ടോ. പിന്നെന്താണെന്നോ, മരങ്ങൾ കൂടുന്തോറും കപ്പിൾസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ മരത്തിൻ്റെ അടിയിൽ ഓരോ കപ്പിൾസുകളുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നേരെ ക്യൂൻസ് വേയിൽ വന്നു. അവിടെ ഒരു 1.5 മണിക്കൂറോളം ഇരുന്ന് സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു 7:52 സമയപ്പോൾ ഞാൻ അവരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഊബറിൽ ഡെസ്റ്റിനേഷൻ ഇട്ട് നേരെ റൂമിലേക്ക് പോന്നു. വേറെ ട്രിപ്പും കാര്യങ്ങളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 8:36 സമയപ്പോൾ റൂമിലേക്ക് എത്തി. അവിടുന്ന് ഊബറും റാപ്പിഡൊക്കെ ഓഫ് ചെയ്ത് അപ്പോൾ നമ്മൾ CNG അടിച്ചിട്ട് 92 കിലോമീറ്ററും ബിയിൽ 171 കിലോമീറ്റർ ആട്ടോ ഓടിയത്. ഒരു ഹാഫ് കട്ട CNG ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗേസ്, പോയി കിടന്നുറങ്ങട്ടെ. പിന്നെ നാളെ കാണാം.